എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ആരോഹിക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരുവിധം ആരോഹി നേരം വെളുപ്പിച്ചെടുത്തു. തലേന്ന് രാത്രി നന്നായി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പ്രസന്റേഷന്റെ കാര്യോർത്തപ്പോൾ ആരോഹിയുടെ ക്ഷീണമെല്ലാം പമ്പ കടന്നു. പകരം വല്ലാത്തൊരു ഭയം അവളിൽ ഉടലെടുത്തു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ ഈ ടെൻഡർ കമ്പനിക്ക് കിട്ടിയില്ലെങ്കിൽ താൻ നേരിടാൻ പോകുന്ന വലിയ വിചാരണയെപ്പറ്റി ഓർത്ത് ആരോഹിയുടെ നെഞ്ച് ക്രമാതീതമായി മിടിച്ചു. ഓഫീസിലേക്ക് പോകാൻ തയ്യാറി ആയിക്കൊണ്ടിരുന്ന നേരത്താണ് ആരോഹി ഓർത്തത് സിദ്ധാർത്ഥിനെ മീറ്റ് ചെയ്യുന്നതിനെ പറ്റി. അവൾ ഫോണെടുത്ത് അക്ഷതിന്റെ ചാറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ അക്ഷത് അയച്ച സിദ്ധാർത്ഥിന്റെ നമ്പറുണ്ടായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ ആരോഹി ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. 2-3 ബെല്ലുകൾ അടിച്ചതിന് ശേഷമാണ് സിദ്ധാർത്ഥ് കോൾ എടുത്തത്. ഹലോ. ഗാംഭീര്യമുള്ള സിദ്ധാർത്ഥിന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും ആരോഹി മറുപടിയായി ഹലോ പറഞ്ഞു. സിദ്ധാർത്ഥ്, ഇത് ഞാനാണ്, ആരോഹി. ഒരു വേള സിദ്ധാർത്ഥിന്റെ ചുണ്ടില് ഒരു പുഞ്ചിരി ഊറിക്കൂടി. ഒടുക്ക നീ എന്റെ വഴിക്ക് വന്നു അല്ലേ? അവൻ മനസ്സിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥ വർമ്മയെ അത്ര പെട്ടെന്നൊന്നും വേണ്ടെന്ന് വെക്കാൻ ഒരു പെണ്ണിന് സാധിക്കില്ല. തികഞ്ഞ അഹങ്കാരത്തോടെ അവൻ മനസ്സിൽ ഉരുവിട്ടപ്പോൾ ആരോഹിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമായിരുന്നു. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് എൻ്റെ ഓഫീസിനടുത്തുള്ള പാർക്കിലേക്ക് ഒന്ന് വരാൻ കഴിയുമോ? സിദ്ധാർത്ഥിന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യം ആരോഹിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചോദ്യം തനിക്ക് നേർക്ക് വരുമെന്ന് ഒരിക്കൽ പോലും അവൻ പ്രതീക്ഷിച്ചതായിരുന്നില്ലല്ലോ. അതിനെന്താ ആരോഹി, ഞാൻ വരാം. 5 മണിയല്ലേ സമയം? ഷാർപ്പ് 5 o'clockന് ഞാനവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് ആരോഹി കോൾ കട്ട് ചെയ്തു. അവൾക്ക് മനസ്സിനല്പം ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. എന്നത്തെയും പോലെ ഒരുങ്ങി അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള സാരിയാണ് അവളുടെ വേഷം. മുടി ഒന്നായി പിന്നിയെടുത്ത് ഒരു തോളിലൂടെ മുൻവശത്തേക്കിട്ട് ബാഗുമെടുത്ത് ഇറങ്ങി വരുന്നവളെ വസുത നോക്കി നിന്നോ. ഞാൻ പോയിട്ട് വരാമേ. അമ്മ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് കോൺഫറൻസ് ഉണ്ട്. പോയി നന്നായി അറ്റൻഡ് ചെയ്തിട്ട് വാമോളെ. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും. ആരോഹി ഗേറ്റ് കടന്നു പോയിട്ടും വസുത ആ നിൽപ്പ് തുടർന്നു. അന്ന് പതിവിലും നേരത്തെ അക്ഷതി ക്യാബിനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആരോഹി ചെന്ന് കയറിയപ്പോഴേ അവനെ കണ്ടതും ചെറു ചിരിയോടെ അവനെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു. അക്ഷിത് വലിയ താല്പര്യമില്ലാത്ത പോലെ ഇരുന്നതേ ഉള്ളൂ. വൈകുന്നേരം 3 മണി അടുക്കാറായപ്പോഴേക്കും ആരോഹിക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കോൺഫറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെയും അതും ഇത്ര വലിയൊരു ടെൻഡർ ആയതുകൊണ്ടും പല പല കാരണങ്ങളാലാണ് ആരോഹിക്ക് ടെൻഷൻ. അക്ഷിത് ഒരു കണ്ണാലെ ഇതെല്ലാം കാണുന്നുണ്ട്. ആരോഹി, അക്ഷിത് വിളിച്ചതും അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അവൻ തനിക്ക് മുന്നിൽ കിടക്കുന്ന ചെയറിലേക്ക് വന്നിരിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. തനിക്ക് ടെൻഷനുണ്ടോ? അക്ഷിത് പതിയെ ചോദിച്ചു. ചെറുതായിട്ട്. ആരോഹി ശബ്ദം നന്നേ താഴ്ത്തി പറഞ്ഞു. താൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊന്നും ആകണ്ട. വളരെ കൂളായിട്ട് എൻജോയ് ചെയ്ത് അറ്റൻഡ് ചെയ്യേണ്ട ഒന്നാണ് ഈ കോൺഫറൻസ്. നമ്മുടെ മനസ്സിലുള്ള ഐഡിയകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ക്ലയൻറ്റിൻ്റെ മുൻപിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് കാമായിരിക്കണം. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അക്ഷിത് ചോദിച്ചപ്പോൾ ആരോഹി മനസ്സിലായി എന്ന അർത്ഥത്തിൽ തലകുലുക്കി. ഓക്കെ, ഒരു ഹാഫ് ആൻ അവർ കൂടിയുണ്ട് നമുക്ക് പോകാൻ. സോ ആരോഹി ഒരു കാര്യം ചെയ്യൂ. ഒന്ന് കാഫ്റ്റീരിയയിൽ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രഷായി വാ. അവനെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് ആരോഹി പുറത്തേക്ക് നടന്നു. എന്തോ അക്ഷിതിനോട് അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ ആരോഹിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ കാഫ്റ്റീരിയയിൽ പോയി ഒരു കോഫി കുടിച്ച് തിരികെ വരുമ്പോൾ ഒരു കോഫി അക്ഷിതിനും വാങ്ങിയിട്ടാണ് വന്നത്. അവൻ്റെ അടുത്തേക്ക് വന്ന് അവൾ ആ കോഫി മഗ് നീട്ടി. ഇതെന്തിനാ കോഫി ഇപ്പോൾ എനിക്ക്? പെട്ടെന്ന് അവൻ ചോദിച്ചതും ആരോഹിയുടെ മുഖത്ത് ഒരു പരിഭ്രമം. അല്ല, സാറ് കോഫി കുടിക്കാറുള്ളതാണല്ലോ, അതുകൊണ്ട് എടുത്തതാ. സാറിന് വേണ്ടെങ്കിൽ ഞാൻ തിരികെ കൊണ്ടുപോയിക്കോളാം. പെട്ടെന്ന് ആരോഹി പറഞ്ഞതും അക്ഷിത് കുറുമ്പോടെ അവളെ നോക്കി. തൽക്കാലം കൊണ്ടുപോകാനൊന്നും നിൽക്കണ്ട. താൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. അതും പറഞ്ഞുകൊണ്ടവൻ ആ കോഫി മഗ് വാങ്ങി അവൻ്റെ ടേബിളിലേക്ക് വെച്ചു. ആരോഹി സീറ്റിലേക്ക് ചെന്നിരുന്നപ്പോൾ കണ്ടത് ഒരു കണ്ണാലെ അവളെ നോക്കിക്കൊണ്ട് കോഫി കുടിക്കുന്ന അക്ഷിയാണ്. പെട്ടെന്ന് അവള് തൻ്റെ നോട്ടം കണ്ടു എന്ന് മനസ്സിലായതും
അക്ഷയ് അവന്റെ മിഴികൾ മറ്റെവിടേക്കോ പായിച്ചു. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തി കണ്ടതും ആരോഹിക്ക് ചിരി വന്നു. 3 മണിയായതും അക്ഷിതും ആരോഹിയും പോകാനായി ഇറങ്ങി. പോകുന്നതിന് തൊട്ടു മുമ്പ് ഫയലുകളെല്ലാം നോക്കി ഡബിൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്ന ആരോഹിയെ അക്ഷിത് ചിരിയോടെയാണ് നോക്കിയത്. മുൻപുണ്ടായ പല സംഭവങ്ങളും പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. പോകുന്ന വഴി മുഴുവനും ആരോഹി സ്വന്തം മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിച്ചു. അക്ഷതിനൊപ്പം ആ വലിയ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ആദ്യം വന്നതുപോലെയുള്ള ടെൻഷനൊന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അന്ന് വന്ന അതേ മീറ്റിംഗ് റൂമിലേക്കാണ് അവർ പോയത്. പക്ഷേ അന്ന് അത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. 4 കമ്പനികളും വന്നതിന് ശേഷം അവർ മീറ്റിംഗ് ആരംഭിച്ചു. ഏറ്റവും ലാസ്റ്റായിരുന്നു ആരോഹിയുടെ ചാൻസ്. തനിക്ക് തൊട്ടുമുമ്പുള്ള ഓരോരുത്തരെയും ഏതൊക്കെ രീതിയിലാണ് ആ വിഷയം പ്രസന്റ് ചെയ്യുന്നത് എന്ന് നോക്കി ശ്രദ്ധയോടെ ആരോഹി ഇരുന്നിരുന്നു. ഒടുവിൽ തന്റെ ഊഴെത്തിയപ്പോൾ അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അക്ഷിതനെ നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് പതിയെ അവളുടെ ചുമലിൽ തട്ടിക്കൊടുത്തു. അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആരോഹി ക്ലയൻസിന്റെ മുമ്പിലേക്ക് ചെന്നു നിന്നു. ശേഷം തന്റെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ തുടങ്ങി. ഒരു വേള അക്ഷിത് പോലും അന്തിച്ചു പോയിരുന്നു അവളുടെ പെർഫോമൻസ് കണ്ട്. കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ആ വിഷയത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടായിരുന്നു ആരോഹിയുടെ പ്രകടനം. ക്ലയൻസും ഒപ്പം അവർക്കൊപ്പം ഇരുന്ന അവരുടെ ബോർഡ് മെമ്പേഴ്സും മാത്രമല്ല, മറ്റ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പോലും ആരോഹിയുടെ പെർഫോമൻസിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു. ആരോഹി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്റെ പ്രസന്റേഷൻ പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും അറിയാതെ ക്ലാപ്പ് ചെയ്തു പോയിരുന്നു. അക്ഷിത നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി. ആരോഹി പ്രസന്റേഷൻ അവസാനിപ്പിച്ചപ്പോൾ നേരെ അക്ഷിതിന്റെ അടുത്തേക്ക് വന്നിരുന്നു. വെൽഡൻ ആരോഹി, നന്നായിട്ടുണ്ടായിരുന്നു. അക്ഷിത് പറഞ്ഞതും ആരോഹി ഒരു ചിരിയോടെ അവനെ നോക്കി തലകുലുക്കി. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പം നടത്തിയ ഈ ഫൈനൽ മീറ്റിംഗിന്റെ റിസൾട്ട് 1 വീക്കിനകം, അതായത് കമ്പനികൾക്ക് മെയിൽ ചെയ്യുമെന്ന് ക്ലയൻസ് പറഞ്ഞതോടെ എല്ലാവരും അവിടെ നിന്ന് പോകാൻ തയ്യാറായി. എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് ആരോഹിയും അക്ഷിതും ആ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. മുന്നേ നടന്ന ആരോഹിയുടെ നീണ്ടു വിടർന്ന മുടിയിൽ പിടിച്ചു നിർത്തി അക്ഷിത് അവളെ. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ആരോഹി മുഖമുയർത്തി നോക്കിയതും നേർത്ത ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അക്ഷിതിനെയാണ് കണ്ടത്. പെട്ടെന്ന് ആരോഹിയുടെ കണ്ണുകൾ 4 പാടും നീണ്ടു. ആ മീറ്റിംഗ് റൂമിൽ ഇപ്പോൾ തങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതും അവൾ പതിയെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അക്ഷിത് വീണ്ടും അവളെ തടഞ്ഞ് അവിടെ തന്നെ നിർത്തി. എന്ത് സർ? പെട്ടെന്ന് ആരോഹി ചോദിച്ചതും അപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി അവൻ ഓർമ്മ വന്നത്. ഏയ്, ഒന്നുമില്ല. തന്റെ മുടിയിൽ എന്തോ ഇരുന്നു, ഞാനതെടുത്ത് കളയാൻ വേണ്ടി. അക്ഷിത എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ആരോഹി ചിരിയോടെ മുന്നേ നടന്നപ്പോ അക്ഷിത ചമ്മി ചിരിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ പോയി. ആരോഹി, താൻ ഇനി നേരെ വീട്ടിലേക്കാണോ അതോ? അക്ഷി ചോദിച്ചു. അതുകൊള്ളാം, നല്ല ആളാ. ഓഫീസിൽ പോയി പഞ്ച് ചെയ്യണ്ടേ? ആരോഹി ചോദിച്ചതും അക്ഷിതൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. അതിപ്പോ നിർബന്ധമില്ല, തനിക്ക് വീട്ടിലേക്ക് പോകണമെങ്കിലാവാം കേട്ടോ. ഓ വേണ്ട, അന്ന് സാർ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? പഞ്ച് ചെയ്തേ പറ്റൂ, എന്റെ കുടുംബസ്വത്താണോ, അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് കമ്പനി കാര്യങ്ങളെല്ലാം അതിന്റെ രീതിക്ക് തന്നെ പോട്ടെ. സാറിനെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്തേക്കോ. ആരോഹി പറഞ്ഞതും അവരിരുവരും അക്ഷിതിന്റെ കാറിലേക്ക് കയറി. പറഞ്ഞതുപോലെ ആരോഹിയെ കമ്പനി ഡ്രോപ്പ് ചെയ്ത ശേഷം അക്ഷിത് നേരെ വീട്ടിലേക്ക് പോയി. അവൾ കമ്പനിയിൽ പോയി പഞ്ച് ചെയ്ത് തിരിച്ചിറങ്ങി നേരെ പോയത് പാർക്കിലേക്കാണ്. ഓഫീസിനടുത്തുള്ള പാർക്കിൽ വൈകിട്ട് 5 മണിക്ക് സിദ്ധാർത്ഥ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം 4:45 ആയിട്ടേ ഉള്ളൂ. ആരോഹി കുറച്ച് അധിക സമയം അവിടെ വെയിറ്റ് ചെയ്തു. ഷാർപ്പ് 5 o'clock ആയപ്പോഴേക്കും സിദ്ധാർത്ഥ് അവൾക്കരികിലേക്ക് നടന്നെടുക്കുന്നത് കണ്ടു. ആരോഹിക്ക് മനസ്സിൽ വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നെങ്കിലും അവളതൊന്നും പുറമെ കാണിക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ താൻ എന്തിനാണ് ഭയക്കുന്നത്? അയാൾ തന്റെ ബോസല്ല, തന്റെ ആരുമല്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ തീർത്തും ഒരു അപരിചിതനായ വ്യക്തി. അയാളോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുന്നതിലൊന്നും താൻ ഭയക്കേണ്ട കാര്യമില്ല. ആരോഹി സ്വന്തം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. സിദ്ധാർത്ഥ് വന്ന് ആരോഹിക്ക് അടുത്തേക്കിരുന്നു. എന്നാലും ആരോഹി ഇത്ര പെട്ടെന്ന് തന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചു തരുന്നില്ല. സിദ്ധാർത്ഥ് ഇപ്പോഴും ഒരു മായാലോകത്താണ്. വിശ്വാസം വരാത്തതുപോലെ അവൻ ആരോഹിയെ നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ച് അവനെയൊന്ന് നോക്കി.
പിന്നെ പറഞ്ഞു തുടങ്ങി. ആക്ച്വലി ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാ, ഈ അടുത്ത് എന്റെ അമ്മയെ സിദ്ധാർത്ഥ് കോണ്ടാക്ട് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. സിദ്ധാർത്ഥ്, ഞാൻ പറയുന്ന കാര്യം അതിന്റെ സെൻസിൽ തന്നെ എടുക്കണം. ആക്ച്വലി എനിക്കിപ്പോൾ ആരുമായിട്ടും ഒരു റിലേഷൻഷിപ്പിനോ വിവാഹത്തിനോ താല്പര്യമില്ല. ഞാനത് അക്ഷയ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനോട് അതേപ്പറ്റി പറയണമെന്ന്. പിന്നെ ഒരിക്കൽ എന്റെ പേരൻസ് സിദ്ധാർത്ഥിന്റെ പേരൻസിനോട് നേരിട്ട് പറഞ്ഞതുമാണ്. ഇപ്പോതാ ഞാൻ കൂടി പറയുവാണ്. അന്ന് മാളി വെച്ച് ഞാൻ പറഞ്ഞതാണ്. എങ്കിലും പ്ലീസ്, ഇനി ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെയോ എന്റെ വീട്ടുകാരെയോ ബുദ്ധിമുട്ടിക്കരുത്. ആരോഗ്യ അത് പറഞ്ഞു നിർത്തിയതും സിദ്ധാർത്ഥിന്റെ മുഖം പാടെ മാറി. അവൻ പ്രതീക്ഷിച്ചത് ആരോഹി തന്നെ നേരിൽ കണ്ട് ഒരു ഈസ് പറയാനാവും വന്നതെന്നാണ്. അതേസമയം ആരോഹിയുടെ പെരുമാറ്റം സിദ്ധാർത്ഥിനൊരു വല്ലായ്മയുണ്ടാക്കി. എടോ, ഞാൻ സിദ്ധാർത്ഥ് എന്തോ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചതും ആരോഹി അവനെ കൈയുയർത്തി തടഞ്ഞു. വേണ്ട സിദ്ധാർത്ഥ്, നമ്മൾ തികച്ചും അപരിചിതരായ രണ്ട് വ്യക്തികളായിരുന്നു. അന്ന് ആ ഓഫീസിൽ വെച്ച് കണ്ട ഒറ്റ കാഴ്ചയിൽ എങ്ങനെയാണ് എന്നോട് ഇഷ്ടം തോന്നിയത്? അതൊക്കെ അത്ര വേഗം സംഭവിക്കുന്ന ഒരു കാര്യമാണോ? സത്യം പറഞ്ഞാൽ എനിക്കിനി അതിലൊന്നും ഒരു വിശ്വാസവുമില്ല. അതുകൊണ്ട് ദേവി ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പോകട്ടെ, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. തന്നെ കാണണമെന്ന് പറഞ്ഞതും ഇതുകൊണ്ടാണ്. അത്രമാത്രം പറഞ്ഞ് സിദ്ധാർത്ഥനെ പിന്നീട് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാൻ പോലും തയ്യാറാവാതെ ആരോഹി തിരിഞ്ഞു നടന്നിരുന്നു. എന്തോ സിദ്ധാർത്ഥിന് ആരോഹിയുടെ ആ പെരുമാറ്റം വിനയത്തെക്കാൾ ഉപരി അഹങ്കാരമായിട്ടാണ് തോന്നിയത്. വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു അന്നേ ദിവസം അക്ഷിത് വീട്ടിലേക്ക് വന്നത്. ഗാർഡനിൽ ഇരിക്കുമായിരുന്ന ആനന്ദിന്റെ അരികിലേക്ക് അക്ഷിത് വീട്ടിലേക്ക് കയറും മുമ്പ് കാറ് പാർക്ക് ചെയ്ത ശേഷം ചെന്നു. നിറഞ്ഞ ചിരിയോടെ തനിക്കടുത്തേക്ക് നടന്നു വരുന്ന മകനെ ആനന്ദ് നോക്കി നിന്നു. ഏറെ നാളിന് ശേഷമാണ് അവനെ ഇത്രയും സന്തോഷത്തോടെ കാണുന്നത്. എന്താണ് മുഖത്തൊരു സന്തോഷമൊക്കെ? ആനന്ദൻ ചോദിച്ചപ്പോൾ അക്ഷിത് അയാളെ ഇറുക്കി പുണർന്നു. അച്ഛാ, ഇന്നൊരു സംഭവം ഉണ്ടായി. നടന്ന കാര്യങ്ങളെല്ലാം അവൻ വ്യക്തമായി പറഞ്ഞു. ആഹാ, പുതിയ PS ആള് മിടുക്കിയാണല്ലോ. അതെ അച്ഛാ, ആ കുട്ടി ഇത്രയും ബ്രില്യൻ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. പിന്നെ ആൾക്കതിനുള്ള കാലിബർ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇതിപ്പോ 5 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ പോലും ഈ ഒരു രീതിയിൽ അക്കാര്യം പ്രസന്റ് ചെയ്യില്ല. ഐ എം ഷുവർ. അക്ഷിത് കോൺഫിഡൻറ്റോടെ പറഞ്ഞു. എന്തായാലും ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടില്ലേ? ആനന്ദൻ ചോദിച്ചപ്പോൾ അക്ഷിത് 100% ഉറപ്പോടെ പറഞ്ഞു. ഐ എം ഡാം ഷുവർ അച്ഛാ, അത് നമുക്ക് തന്നെ കിട്ടും. എങ്കിൽ പിന്നെ നീ അകത്തേക്ക് ചെന്ന് ഫ്രഷായി വാമോനെ. ഞാനും വരാം. അക്ഷിത് ആനന്ദിനൊപ്പം നേരെ അകത്തേക്ക് കയറി ഫ്രഷ് ആവാനായി മുറിയിലേക്ക് പോയി. ഫ്രഷായി തിരിച്ചിറങ്ങി വരുന്ന സമയത്താണ് ഫോണിൽ കുറച്ചധികം നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്നത് അക്ഷിതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വാട്സപ്പ് ഓണാക്കി നോക്കിയ അക്ഷിതിന്റെ മുഖത്തെ തെളിച്ചം പാടെ മങ്ങിപ്പോയി. പകരം അവിടെ മറ്റേതൊക്കെയോ വികാരങ്ങൾ ഇടം പിടിച്ചു. അക്ഷിത് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. തുടരും. നിങ്ങളുടെ സപ്പോർട്ട് മറക്കല്ലേ. കഥ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്കും കമൻസും തരണേ.